ഞാൻ ചെയ്തു നോക്കി എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ചാനൽ സ്റ്റാർട്ടപ്പ് ഹബ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ സ്വിഗ്ഗി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇതിനകത്ത് സ്വിഗ്ഗി എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതേപോലെ തന്നെ സ്വിഗ്ഗിയിലൂടെ ഓരോ ഓട്ടത്തിനും എത്ര രൂപ സമ്പാദിക്കാം, അഡീഷണൽ ആയിട്ട് പണം കിട്ടുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണമായി വീഡിയോ കാണുക. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വിചാരിച്ചാൽ, ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും, എക്സ്ട്രാ ഇൻകം നേടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു മാർഗമാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. അത് പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിലും ഫുൾ ടൈം ആയിട്ട് വേണമെങ്കിലും സ്വിഗ്ഗിയിൽ നമുക്ക് ഓടി പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ സ്വിഗ്ഗിയിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് പറയുകയാണ്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് സ്വിഗ്ഗിയുടെ ആരാണ് റിക്രൂട്ട്മെന്റ് ഏജന്റ് ആരാണെന്നുള്ളത് നമുക്ക് കിട്ടും. അവരുടെ നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ച ശേഷം അവർ നമ്മളോട് പറയും സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ പാൻ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മളുടെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഇത്തരം കാര്യങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയും സ്വിഗ്ഗിയുടെ ഒരു ഡെലിവറി പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറയും. അങ്ങനെ സ്വിഗ്ഗിയുടെ ഡെലിവറി പാർട്ട്ണർ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്കതിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ആ ഏണിങ്സ് എവിടെയാണ് നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഓർഡർ നമുക്ക് കിട്ടുന്നത്, ആ ഓർഡർ എങ്ങനെയാണ് കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് റിക്രൂട്ട്മെന്റ് ഏജന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ബ്രീഫായിട്ട് ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഇത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ഡെലിവറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ഡെലിവറി പാർട്ട്ണർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ അതിൽ വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, എവിടെയാണ് ഏണിങ്സ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ഒരു 200 രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത്, അല്ലെ നമ്മൾ അഡീഷണൽ നമ്മൾ അടയ്ക്കുക ാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിഗ്ഗിയുടെ ഒരു ടീഷർട്ടും, ഒന്നല്ല രണ്ട് ടീഷർട്ടും ഒരു ബാഗും നമുക്ക് നമ്മുടെ കൊറിയറായിട്ട് നമ്മുടെ വീട്ടിൽ വരും. ഈ കൊറിയറായി വന്ന ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് സ്വിഗ്ഗിയുടെ ഓട്ടം ഓടിയാൽ മതി. ഇനി അതല്ല, നമുക്ക് അതുവരെയും നമുക്ക് ഇന്ന് തുടങ്ങി നാളെ തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ഓടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും. അന്നേരം ടീഷർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓടാം ഇടയ്ക്ക്. പക്ഷേ ഇവർ സെൽഫി ചോദിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ ഒരു സെൽഫി, നമ്മൾ ലൈവായിട്ട് ട്രാക്കിലുണ്ടെന്ന് കാണിക്കാൻ ഒരു സെൽഫി അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ സെൽഫിയൊക്കെ എപ്പോഴാണ് അയക്കേണ്ടതെന്നൊരു സംശയം തോന്നും അല്ലേ? നമ്മളുടെ ആപ്ലിക്കേഷൻ നമുക്ക് എപ്പോഴാണോ നമുക്ക് ഓടാനായിട്ട് തോന്നുന്നത് ആ സമയത്ത് മാത്രം ഓൺ ചെയ്യുക. ഈ ഓൺ ചെയ്ത സമയത്ത് മാത്രമേ നമ്മളോട് സ്വിഗ്ഗി നമ്മളുടെ സെൽഫി ഫോട്ടോ ചോദിക്കുകയുള്ളൂ. അതും എപ്പോഴും ഒന്നും ചോദിക്കില്ല. നമ്മൾ ഓടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ സാധാരണഗതിയിൽ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഓടാൻ പോവാന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയുടെ പീക്ക് സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു 12 മണി തൊട്ട് 2 മണി വരെയും, രാത്രിയിൽ ഒരു 6:30-7 മണി സമയം തൊട്ട് ഒരു 8:30-9 മണി വരെ സമയമാണ് ഏറ്റവും കൂടുതൽ പീക്കായിട്ട് നമുക്ക് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ രാവിലെ കുറച്ച് സമയമുണ്ട്. എന്നാലും ഉച്ച സമയത്തും വൈകിട്ട് സമയത്തുമാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഓർഡർ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് കൂടുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് സ്വിഗ്ഗിയിലൂടെ വരുമാനം കിട്ടുന്നത്, എത്ര രൂപ വരുമാനം കിട്ടും അല്ലേ? അത് നമ്മൾ ഓടുന്ന ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ആണ് ഇതിനകത്തുള്ളത്. കാരണം സ്വന്തമായിട്ടുള്ള വണ്ടി എന്ന് പറയുമ്പോഴും നമുക്ക് മൈലേജ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇന്ധനം അടിക്കാതെ നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. പിന്നെ ഈ പണം കിട്ടുന്ന എത്രയാണെന്നുള്ളതല്ലേ, നമുക്ക് സാധാരണ ചെറിയ ഓട്ടങ്ങളാണ്, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രമാത്രം ദൈർഘ്യമുള്ള ചെറിയ ഓട്ടങ്ങളാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് ഒരു 20 രൂപ 25 രൂപയൊക്കെ ആയിരിക്കും ആവറേജ് ഒരു ഓട്ടത്തിൽ നിന്ന് റേറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ്, നമുക്കൊരു ഏരിയ ഉണ്ട്. ആ ഏരിയക്കകത്ത് ഒരു 8 കിലോമീറ്റർ അപ്പുറമാണ് നമുക്കൊരു ഫുഡ് ഡെലിവറി ചെയ്യാൻ ഒരു ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക. ആ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഞാൻ ഓടി നോക്കിയത് വെച്ച് നോക്കുമ്പം ഒരു 95 രൂപ 100 രൂപയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അത് കൂടാതെ അഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ഡൗട്ട് തോന്നുമായിരിക്കും അല്ലേ?
അഡീഷണൽ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ നാട്ടിൽ മഴയാണ് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ട്, ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് റെയിൻ ഉള്ളതുകൊണ്ട് അഡീഷണൽ ഇപ്പോൾ ഓടുവാണെങ്കിൽ ഒരു ഓർഡറിന് 35 രൂപ വെച്ച് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഒരു 60 രൂപ വെച്ച് കൂടുതൽ കിട്ടും. ഈ രീതിക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ആ സമയത്ത് ആ ഓർഡർ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 90 രൂപയുടെ ഓർഡറാണ് ഞാൻ ഓടുന്നത്, അഡീഷണൽ ഒരു 50 രൂപയാണ് അവർ മഴയുള്ളത് കൊണ്ട് തരാമെന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് ആ ഒറ്റ ഓർഡറിൽ നിന്ന് 140 രൂപ സമ്പാദിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസോ അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ വൈകിട്ട് ഒരു 6 മണി തൊട്ട് ഒരു 8:30 9 മണി വരെ ഓടുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങളുടെ പോക്കറ്റ് മണി ആയിട്ടുള്ള ഒരു 500 രൂപ 600 രൂപയൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. ആ സമയം ഏറ്റവും പീക്കായിട്ട് ഓർഡർ കിട്ടുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് പറയാണ്, ഫുൾ ടൈം ഓടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രാവിലെ മുതൽ ഒരു ഏറെക്കുറെ ഒരു 8:30 മുതൽ ഒരു 10:30 11 മണി വരെ നിങ്ങൾ ഓടുക. പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുക. ശേഷം ഒരു 12 മണി തൊട്ട് ഒരു 2 മണി വരെയുള്ള സമയം ഓടുക. ആ ഒരു 2 മണി കഴിയുമ്പം നിർത്തിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം വൈകിട്ട് സ്നാക്സിന് ആളുകൾ ഇഷ്ടം പോലെ ഓർഡർ തരും. അത് ഈ കോളേജ്, അടുത്ത് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ കുട്ടികളുടെ ഹോസ്റ്റൽസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് അവിടെ നിന്നാണ്. ആ വൈകിട്ടൊരു 4 മണി സമയം മുതൽ ഒരു 5:30 മണി വരെയും നമുക്ക് നല്ല ഓർഡർ കിട്ടും. പിന്നെയും കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഒരു 6:30 മുതൽ 8:30 9 മണി വരെ ഓടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. 1000ഉം 1500ഉം ഡെയിലി സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അത്തരം 1500 രൂപയൊക്കെ ഒരു ദിവസം ഫുൾ ഡേ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. ഹാഫ് ഡേ ആണെങ്കിൽ ഒരു 600 മുതൽ 700 രൂപ പ്രതീക്ഷിക്കുക. അത് കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇത് കൂടാതെ വിവിധ മാർഗ്ഗങ്ങൾ സ്വിഗ്ഗി വഴി സമ്പാദിക്കാനുണ്ട്. അതിനകത്ത് ലോണുണ്ട്. ആളുകളെ റെഫർ ചെയ്തിട്ട് ആ ആളുകളെ റെഫർ ചെയ്യുന്നതിൻ്റെ ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആക്കാൻ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ യാതൊരു മടിയും ഒരു പ്രൊഫഷനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതൊരു കാര്യവും സത്യസന്ധമായി നമ്മൾക്ക് ആവശ്യമാണ് എന്ന് തോന്നി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അതുകൊണ്ട് സ്വിഗ്ഗി ഓടുന്നത് അല്ലെങ്കിൽ സൊമാറ്റോ ഓടുന്നത് ഒക്കെ ഒരു മോശം പ്രവണതയാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയ്ക്കുണ്ട്. അത്തരത്തിലൊന്നും യാതൊരു ചിന്തയുടെയും ആവശ്യമില്ല. 2-3 ദിവസം പോയി ഓടി നോക്കിയ ശേഷം മാത്രമാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ട് ടൈം ഇൻകം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് സ്വിഗ്ഗി യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.